നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറ്റവിമുക്തയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൂടത്തായി ജോളി നൽകിയ ഹർജി തള്ളി കോടതി. 2.5 വർഷമായി ജയിലിലാണെന്ന് ജോളി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെയെങ്കിൽ ജാമ്യാപേക്ഷ നൽകാനായിരുന്നു കോടതിയുടെ മറുപടി. ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ പ്രമാദമായ കേസ് എന്നാണ് കൂടത്തായി കേസ് സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയത്. ജോളിക്ക് ഹാജരായത് അഭിഭാഷകൻ സച്ചിൻ പവഹയായിരുന്നു. ബന്ധുക്കളായ 6 പേരെ കൊലപ്പെടുത്തിയെന്ന കേസിലെ മുഖ്യപ്രതിയാണ് ജോളി. കേസിൽ തെളിവില്ലെന്നാണ് ജോളിയുടെ മുഖ്യവാദം. വിചാരണ നിർത്തിവെക്കണമെന്നും ആവശ്യമുന്നയിച്ചിരുന്നു. ഈ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളുന്നത്. ഇതോടെ വിചാരണ നടപടികളിലേക്ക് കടക്കാൻ പ്രോസിക്യൂഷന് കഴിയും. ജോളിയുടെ ഭർത്തൃമാതാവ് അന്നമ്മ തോമസ് ഉൾപ്പെടെ ഭർത്താവിന്റെ കുടുംബത്തിലെ 6 പേരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. 2019 കേരളത്തിൽ നടത്തിയ കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിഞ്ഞത്. കൂടത്തായി പൊന്നാമറ്റം തറവാട്ടിൽ 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഒരു കുടുംബത്തിലെ 6 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെയാണ് ജോളിയും കൂടത്തായും വാർത്തകൾ ഇടം പിടിക്കുന്നത്. റിട്ടയർഡ് അധ്യാപികയായ അന്നമ്മ തോമസിന്റെ മരണമായിരുന്നു കൊലപാതക പരമ്പരയിൽ ആദ്യത്തേത്. ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ അന്നമ്മ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. പിന്നീട് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും മകൻ റോയ് തോമസും സമാന സാഹചര്യത്തിൽ മരിച്ചു. പിന്നാലെ അന്നമ്മയുടെ സഹോദരൻ MM മാത്യു, ടോം തോമസിന്റെ സഹോദരൻ മകൻ ഷാജുവിന്റെ 1 വയസ്സുള്ള മകൻ ആൽഫൈൻ, ഷാജുവിന്റെ ഭാര്യ ഫിലി എന്നിവരും മരിച്ചു. 6 മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ട് വഴിത്തിരിവായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മരണങ്ങളും കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ജോളി ജോസഫ്, MS മാത്യു എന്നിവർ കോഴിക്കോട് ജില്ലാ ജയിലിൽ വിചാരണ തടവിലാണിപ്പോൾ. 3-ാം പ്രതി പ്രജികുമാറിന് ജാമ്യം ലഭിച്ചു. 2023 മാർച്ച് 6 മുതൽ മാറാട് സ്പെഷ്യൽ അഡീഷണൽ കോടതിയിൽ കേസിന്റെ വിചാരണ നടക്കുകയാണ്. റോയ് തോമസിന്റെ കൊലക്കേസിലാണ് നിലവിൽ വിചാരണ. ആകെ 270 സാക്ഷികൾ, 235 രേഖകളും 23 വസ്തുക്കളും ഹാജരാക്കി. തുടർന്ന് സിലി വധക്കേസാവും പരിഗണിക്കുക. ഓരോ കേസിനും 1 വർഷം വീതമെടുത്താൽ 6 കേസുകളുടെ വിചാരണ തീരാൻ 6 വർഷം വേണ്ടിവരും. റോയ് തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. സയനൈഡ് ഉള്ളിൽ ചെന്നാണ് മരണകാരണമെന്നും കണ്ടെത്തി. മറ്റ് 5 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ 2020 ജനുവരിയിൽ പരിശോധിച്ചെങ്കിലും സിലിയുടെ മൃതദേഹ സാമ്പിളിൽ മാത്രമാണ് സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. കൂടിയ അളവിൽ സയനൈഡ് ഉപയോഗിച്ചത് ഈ കൊലപാതകത്തിലാണെന്നും പോലീസ് കരുതുന്നു. മൃതദേഹാവശിഷ്ടങ്ങളുടെ കാലപ്പഴക്കം മൂലമാണ് മറ്റുള്ളവരെ സയനൈഡിന്റെയോ മറ്റ് വിഷാംശങ്ങളുടെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. ഇതിനിടെ ജോളി ജോസഫിനെതിരായ 2-ാം ഭർത്താവ് ഷാജസ്കറിയ കോഴിക്കോട് വിവാഹമോചന ഹർജി നൽകിയിട്ടുണ്ട്. ഭർത്തൃമാതാവിനെ കൊന്ന കേസ് ജോളിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും സുപ്രീം കോടതി റദ്ദാക്കി. CPM കാട്ടങ്ങൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ കുമാർ, നോട്ടറി C വിജയകുമാർ, മൈക്കാവ് ആലമലയിൽ സുരേന്ദ്രന്റെ ഭാര്യ ജിപ്സി എന്നീ സാക്ഷികൾ വിചാരണയ്ക്കിടെ കൂറുമാറിയിരുന്നു. ജോളി ജോസഫ് ഭർത്തൃപിതാവ് ടോം തോമസിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ വസിയത്ത് സാക്ഷ്യപ്പെടുത്തിയത് വിജയകുമാറാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.